ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങള ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഹോൾ വീഡിയോ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. മറ്റൊന്നല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സംഭവമല്ല, ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചു പോവാണല്ലോ, അപ്പോൾ കുറച്ചധികം ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഞാൻ എല്ലാ നാട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടി വാങ്ങി വെച്ചതാണ്. 200 രൂപ മുതലാണ് കേട്ടോ ബെഡ്ഷീറ്റ്സ് വരുന്നത്. 200 രൂപക്കൊക്കെ നല്ല ബെഡ്ഷീറ്റ് കിട്ടുക എന്നുള്ളത് ഒരു ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷെ മെറ്റീരിയൽ ഉണ്ടല്ലോ, കണ്ടാ വിചാരിക്കും അല്ലെങ്കിൽ ഈ ഒരു വിലക്ക് നമ്മൾ വാങ്ങുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഇതുണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ലൊരു ക്ലാസ് ലുക്കും ഉണ്ട് കേട്ടോ. അതും കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ വിത്ത് എലാസ്റ്റിക് ഉള്ളതാണ് എടുത്തത്, അപ്പൊ ഫിറ്റ് ആയിട്ട് കിടന്നോളല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വലിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, വേഗത്തിൽ കാണാം കേട്ടോ. ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ബെഡ്ഷീറ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് നിങ്ങളിപ്പം സാധാരണ ഉള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു 600-700 കഴിയാതെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് എൻ്റെ മോൾക്ക് ചിന്തിക്കാൻ കൂടി വയ്യ കേട്ടോ. ഞാൻ കുറേ അന്വേഷിച്ചതാണ്. അപ്പോൾ ക്വാളിറ്റി വൈസ് ഞാൻ ഇതിൽ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ്. ഇത് 311 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 200 എന്ന് പറഞ്ഞിട്ട് ഇതെന്താ 300 എന്ന് അല്ലേ? 200ൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ്. ഇത് അതിൽ കോട്ടൺ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് പ്യോർ 100% കോട്ടൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, അത് മെറ്റീരിയൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഫുൾ എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ പില്ലോ കവർ, സോറി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ. എനിക്ക് തോന്നുന്നു ലൈറ്റ് കളറുള്ള സംഭവങ്ങൾ നമ്മൾ ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്യുമ്പോണ്ടല്ലോ വേറൊരു ലുക്കാണ് കാണാനായിട്ട്, ഒരു ക്ലാസ് ലുക്കായിരിക്കും കാണാനായിട്ട്. നേരെ മറിച്ചിട്ട് ഡാർക്ക് കളർ മോശമാണെന്നല്ല കേട്ടോ, ഡാർക്ക് കളറാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത്. പിള്ളേരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മുഷിയല്ലോ. പക്ഷെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ അതിനൊക്കെ മതി, ധാരാളമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഇതിന് 5 ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കും. ധൈര്യമായിട്ട് വാങ്ങിച്ചോ ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് 300 സംതിങ് ആയാലും ഞാൻ കാണിക്കാനുള്ള കാരണം. ഞാനിപ്പം ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിങ്ങനെ രാവിലെ മുതൽ രാത്രി വരേക്കും ഇങ്ങനെ ഓരോ ടൈം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂറത്തെ ഡീലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത് കേട്ടോ. എനിക്ക് അറിയാം ഏകദേശം അങ്ങനത്തെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ. കൂടുതലും ഓൺലൈൻ പർച്ചേസ് നടത്തുന്നതുകൊണ്ടാണ്. പിന്നെ വീഡിയോ ചെയ്യേണ്ട കാര്യങ്ങൾക്കായാലും പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത് അറിയുന്നത്. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. രണ്ടാമത്തെ കളറൊക്കെ എൻ്റെ പൊന്നോ, എനിക്ക് സ്വതവേ ഇല്ല, കുറച്ച് ഡൾ കളറിനോടാണ് കൂടുതൽ ഇഷ്ടം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡൾ കളേഴ്സിനോട്. അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുക്കുമ്പോൾ ഏകദേശം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരിക കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മോനുണ്ടല്ലോ അവന് കുറച്ച് ഡാർക്ക് കളർ, എൻ്റെ മോനുണ്ടല്ലോ അവന് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സിനോട് ബെഡ്ഷീറ്റൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോഴൊക്കെ അവൻ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താ പറയുക, കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് അവന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യമൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ്. ഇതിന് 200 സംതിങ്ങേ ഉള്ളൂ പൊന്നു മക്കൾ, അടിപൊളിയാണ്. ഇതാകുമ്പോൾ നീങ്ങിപ്പോയി വെലിഞ്ഞു പോയി ബെഡ്ഷീറ്റ് ചുളുങ്ങിക്കഴിഞ്ഞു, അത് ഭംഗിയില്ല കാണാനായിട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ. അടിപൊളിയാണ് മക്കളെ. പക്ഷെ ആദ്യത്തെ കാണിച്ച മെറ്റീരിയലിൻ്റെ അത്ര അടിപൊളിയല്ല. ഇത് ഞാൻ ഒരു 4.5 കൊടുക്കും കേട്ടോ. ഇനി അടുത്തതുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വാങ്ങിച്ച കളറാണ്. പക്ഷെ എനിക്ക് കളറ് ഇതിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഡള്ളായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ക്യാമറയിൽ നമ്മൾ ലൈറ്റ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അതായത് ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്തിട്ടല്ല എൻ്റെ വീഡിയോസ്. പക്ഷേ നമ്മൾ 2 സ്റ്റുഡിയോ ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും ക്യാമറയിൽ കാണുന്നത്. പിന്നെ നമ്മളെ ഫോണിൻ്റെ ഒക്കെ ഒരു ഇതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് ഡള്ളാണ്, നമ്മൾ ഫോട്ടോയിൽ കണ്ട അത്രയും ഇല്ല. പക്ഷെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട്. അപ്പം ഇതാണ് അതിൻ്റെ പില്ലോ. ഇതാണ് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ക്വാളിറ്റി വൈസ് ഞാൻ 5 ഔട്ട് ഓഫ് 5 കൊടുക്കും. പക്ഷെ കളറിൻ്റെ കാര്യം വരുന്നതുകൊണ്ട് ഞാൻ ആ പിക്ചറിൽ കണ്ടതിനേക്കാളും ഇച്ചിരി ഡള്ളാണ്. പിക്ചറിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 3.8 കൊടുക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ തുണി ഒന്നും പറയാനില്ല, അടിപൊളിയാണ്.
ഇത് ഞാൻ റിട്ടേൺ അടിക്കണോ വേണ്ടയോ എന്നിട്ട് വേറെ കളർ ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ മെറ്റീരിയലിൻ്റെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുമ്പോൾ വേണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ കളറ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡാർക്ക് കളർ എടുക്കണം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇത് മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഒത്തിരി നീർക്കാത്തത്. ഇത് നമുക്ക് കവറിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇതിൽ തന്നെ ഇട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇത് മിക്കവാറും ഞാൻ ഇത് റിട്ടേൺ കൊടുക്കും. കാരണം എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എല്ലാം ലൈറ്റ് കളർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത്. അവിടെ ഉള്ളതൊക്കെ ലൈറ്റ് കളേഴ്സാണ്. എനിക്ക് എടുക്കുമ്പോൾ പിന്നെ വൈറ്റ് അങ്ങനെയൊക്കെ വരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വൈറ്റ് വരുന്നതും കൂടുതൽ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ റിട്ടേൺ കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. കൂടുതൽ ചിന്തിച്ചാൽ ആ തുണി പിടിച്ചു നോക്കുമ്പോൾ പിന്നെ റിട്ടേൺ കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു ചിന്ത വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഇതാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭംഗിയില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബെഡ്ഷീറ്റായിട്ട് വിരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നോക്കണം, ഇതാണ് സംഭവം. പക്ഷെ ഈ കളർ തന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ആ ഒരു ഇമേജ് കണ്ടപ്പോഴേ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേ കളർ എൻ്റെ കയ്യിലുണ്ട്. ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇതിൽ കുറേ ഷെയ്ഡ് വെറൈറ്റി എടുക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയട്ടോ, ഇത് നല്ല ഭംഗിയുണ്ടോ, ഇത് ഞാൻ കയ്യിൽ വെക്കണോ അതോ റിട്ടേൺ അടിക്കണോ എന്നുള്ള കാര്യം പറയട്ടോ. നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുക. കാരണം ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ സംഭവം മെറ്റീരിയൽ വൈസ് ഇത് അടിപൊളിയാണ്. ഇതാണ് കേട്ടോ പില്ലോ. എല്ലാത്തിൻ്റെയും പില്ലോ കവർ അടക്കാണ് വരുന്നത്. എല്ലാം കിങ് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിത്ത് ഇലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാ ഇത് കൊള്ളാമോ, ഞാൻ കയ്യിൽ വെക്കണമെന്ന്. ഇതെനിക്കൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എനിക്കിത് ഇഷ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഇനി അല്ലാതെ മാറ്റി വേറെ കളർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കളർ എടുക്കാവേ. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് എഗെയിൻ ഫ്ലിപ്കാർട്ട് പർച്ചേസ് ആണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞോട്ടോ. ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഷോർട്സിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ സൈഡിൽ ഇമേജ് വരുന്നില്ലേ നിങ്ങൾക്ക്, അതേ അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. അത് കുറച്ച് പേർക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ലിങ്കായിട്ട് നമുക്ക് അതിൽ സപ്പോർട്ട് ആവില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇതിലിട്ട് വെച്ചേക്കാം. നിങ്ങളുടെ റിപ്ലൈ അനുസരിച്ചിട്ടായിരിക്കും ഞാനിത് ചിലപ്പോൾ റിട്ടേൺ അടിക്കലും അടിക്കാതിരിക്കലും. അതുകൊണ്ട് ദയവേത് പറയും കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്നത് കുർത്ത സെറ്റാണ്. ഇതിന് പ്രൈസ് വന്നിട്ട് 400 സംതിങ് ആണ്. പക്ഷെ മെറ്റീരിയൽ എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല. എനിക്ക് ഇങ്ങനത്തെ പ്രിന്റൊക്കെ എന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ ചിലരുണ്ടാവും. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം താല്പര്യം പറഞ്ഞാൽ മതി. പിന്നെ ഈ എല്ലാത്തിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നോക്കുക, പ്രൈസിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ ഉണ്ടാവും. ചില സമയത്താണെങ്കിൽ ഞാൻ വാങ്ങിച്ചതിനെക്കാട്ടി കുറവ് വിലയിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ചെറിയൊരു 10-20 രൂപയുടെ, ചില സമയത്ത് 100 രൂപയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. 100 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ സമയത്ത് വാങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറച്ച് കുറയുന്ന സമയത്ത് നോക്കി വാങ്ങിയാൽ മതി. കാരണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തന്നെ. അപ്പോൾ പിന്നെ എന്താ, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.